നമസ്കാരം, ഞാൻ ഷീജ നെടിയൊക്കെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് കൊഞ്ച് കറിയാണ്. ഞാൻ ഇത്രയും കൊഞ്ച്, 1/2 കിലോ കൊഞ്ചുണ്ട്. നമ്മളിത് കഴുകി വൃത്തിയാക്കിയതാണ്. ഈ കൊഞ്ച് അതിൻ്റെ തോടെല്ലാം പൊളിച്ചു കഴിഞ്ഞാൽ നമ്മളിത് അതിന് നടുവെന്നെ കീറിയിട്ട് ഇതിൻ്റെ ഇരിക്കുന്ന വേസ്റ്റ് എടുത്ത് കളയണം. എന്നിട്ട് നമുക്ക് അതിന് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്, 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ചട്ടിയിലാണ് കൊഞ്ച് തയ്യാറാക്കുന്നത്. ഞാൻ ചെറിയൊരു ചട്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് ശകലം ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അല്പം ഓയിൽ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. കൊഞ്ച് നമ്മൾ പല രീതിയിലും ചെയ്യാറുണ്ട്. പച്ച അരച്ച് വെക്കാറുണ്ട്, വറുത്തരച്ച് വെക്കാറുണ്ട്, കൊഞ്ച് കുളമ്പൊടി ഇട്ട് ഇങ്ങനെ നമ്മൾ വെക്കാറുണ്ട്, മുളകും ചാലിച്ച്, അങ്ങനെ പല രീതിയിൽ നമ്മൾ കൊഞ്ച് തയ്യാറാക്കാറുണ്ട്. ഇന്ന് നമ്മൾ വെക്കുന്നതെന്ന് പറയുന്നത്, നമ്മളിന്ന് കൊഞ്ച് ഇറച്ചി വെക്കുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇത് വീഡിയോ കാണണം. നമ്മൾ ചട്ടി അങ്ങനെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത് തേങ്ങാക്കൊത്ത് അങ്ങോട്ടിടാം. അതായത് നമ്മൾ തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്തിൻ്റെ ഒരു പച്ച അതിൻ്റെ മണമൊക്കെ ഒന്ന് മാറണം. തോനെ ഓയിൽ എടുത്തില്ല, ഞാൻ കുറച്ച് ഓയിലേ എടുത്തുള്ളൂ. നമുക്കിനി അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം. നമുക്ക് ഈ പച്ചമുളക് അങ്ങ് ഇടാം. പിന്നെ പച്ചമണം ഒന്ന് മാറണം. അല്പം ഇനി കുറച്ച് നമുക്ക് കൊച്ചുള്ളി അങ്ങോട്ട് ഇട്ട് വഴറ്റാം. നമുക്ക് 2 തണ്ട് കരിയാപ്പില ഇല ഇടാം. നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ഈ കൊഞ്ച് നമുക്ക് ഇതിനകത്തോട്ട് വാരിയിടാം. ഒന്ന് വഴറ്റാം. നമുക്ക് കൊഞ്ചാണ് അതിനകത്തോട്ടിട്ട്. ചെറുതായിട്ട് കൊഞ്ചൊന്ന് വഴറ്റണം. നമുക്ക് ഇതിനകത്ത് നന്നായിട്ടൊന്ന് എണ്ണയ്ക്കതൊന്ന് വഴണ്ടി വരും. നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് അല്പം ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് 1/2 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ ഇത് ഒന്ന് ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പിന്നെ നോക്കിയിട്ട് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പം കുറച്ചൊന്ന് ഉപ്പൊക്കെ എല്ലാത്തിനകത്തൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിട്ട് കൊടുത്തേക്കുന്നത്. നമുക്ക് അതിനകത്തോട്ട് അല്പം ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. നമുക്ക് ചെറിയൊരു സ്പൂൺ കുരുമുളക് പൊടി ഇടാം. ഇളക്കി കൊടുക്കാം. അങ്ങനെ ചെറുതായിട്ട് അതിൻ്റെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറി ഒന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ തക്കാളി കൂടെ അങ്ങിട്ട് കൊടുക്കാം. ഇതിനൊക്കെ അതൊന്ന് എണ്ണയ്ക്കകത്ത് ഒന്ന് വാടി വരണം, ഒന്ന് വയണ്ട് വരണം. വാടിയല്ല, ഒന്ന് വയണ്ട് വരണം. ചെറുതായിട്ട് ആ എണ്ണയ്ക്കകത്തൊക്കെ ഒന്ന് വയണ്ടിട്ട് നമ്മളിനി ഇതിനകത്തോട്ട് ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് എണ്ണയ്ക്കകത്ത് ഒന്ന് വഴണ്ടിട്ടുണ്ട്. നമ്മളിനി അല്പം വെള്ളം ഉണ്ട് ഇതിനകത്ത്. നമ്മൾ അല്ലെങ്കിൽ ഈ ചെമ്മീൻ വെള്ളമാണല്ലോ, നമ്മൾ എണ്ണയ്ക്കകത്തിടുമ്പോൾ അതങ്ങ് ചുരുങ്ങും. ഇതുപോലെ കുറച്ച് വെള്ളമുണ്ട്. അതുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ചൊന്ന് അടച്ചു വെക്കാം. ഒരു അല്പം വെള്ളം കൂടെ മതി. ഇച്ചിരി വെള്ളം ഉണ്ടാക്കാം. നമുക്കന്ന് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് ഒന്ന് വേവണം. ഒരു 10-15 മിനിറ്റത്തെ വേവുണ്ട്. നമുക്കൊരു പാനിലെടുക്കാം. നമുക്കൊന്ന് സ്റ്റൗ കത്തിക്കാം. നമുക്ക് പാനിൽ ചൂടായിട്ടുണ്ട്. ഇത് ഞാൻ 2 പിടി തേങ്ങായേ ഉള്ളൂ. നമ്മൊന്ന് വറുത്ത് നമുക്കതൊന്ന് വറക്കാം. നന്നായിട്ട് നമുക്കൊന്ന് വറുക്കാം. വറുത്ത ചെറിയൊരു ബ്രൗൺ കളറാവണം.
കൊഞ്ചിന് അല്ലെങ്കിൽ ചെമ്മീനാണെങ്കിൽ പച്ച അരച്ചും നമ്മൾ അങ്ങനെ ചേർക്കാറുണ്ട്. പച്ച തേങ്ങ അരച്ചും ചേർക്കാറുണ്ട്. ഇത് നമ്മളൊന്ന് വറുത്തരച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആവണം. ഇങ്ങനെ ഒന്ന് തേങ്ങ അരച്ച് ചേർക്കുന്നതാണ് നമുക്ക് ടേസ്റ്റ് കൂടുതൽ. തേങ്ങയും കൂടെ ഒന്ന് വറുത്തരച്ച് ചേർത്താലാണ് നമുക്കതിന് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. നമ്മൾ ഇറച്ചിയൊക്കെ വെക്കാറില്ല, ഇറച്ചി ഇതുപോലെ നമ്മൾ തേങ്ങ വറുത്തരച്ച് വെക്കാറുണ്ട്. അപ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് അല്ലേ. നിങ്ങളിതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. എല്ലാ ചേർക്കൊക്കെ അറിയാവുന്നതാണ് ഇങ്ങനെ ചെമ്മീൻ ഇങ്ങനെ നമ്മൾ വറുത്തരച്ച് വെക്കുകയൊക്കെ ചെയ്യുന്നത്. ചിലർ കുടംപുളി ഇട്ടാൽ വെക്കണം, പക്ഷെ ഞാൻ കുടംപുളി ഉപയോഗിക്കുന്നില്ല. അതിന് പകരം തക്കാളി ഇട്ടിട്ട് മസാല തന്നെയാണ് ഉപയോഗിക്കുന്നത്. പച്ചക്കറി വെക്കുന്നത് പോലെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മളുടെ ഒന്ന് ചെറുത് ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമ്മുടെ തേങ്ങ. ഞാൻ ഇതിനകത്ത് നമ്മൾ പെരിഞ്ജീരകമില്ലേ, പെരിഞ്ജീരകവും കുറച്ച് കറുവപ്പട്ട, ഏലക്ക എല്ലാം ഞാൻ ഇതിനകത്തോട്ട് തന്നെ ഇടുവാണ്. ഞാൻ ഇതിനകത്തൊന്ന് ചൂടാവും. നമ്മൾ ഓൾറെഡി തേങ്ങ ചൂടായതുകൊണ്ട് ഇതൊക്കെ ചൂടായതുകൊണ്ട് അതിനകത്ത് ചേട്ടൊന്ന് ചൂടാവും. നമുക്ക് മസാലപ്പൊടി ഉണ്ടെങ്കിൽ മസാലപ്പൊടി ഇട്ടാലും മതി, പക്ഷേ എനിക്ക് മസാലപ്പൊടി ഇല്ല. അപ്പോൾ ഞാൻ വെച്ച് പെരിഞ്ജീരകം ഇതെല്ലാം കൂടെ ഈ തേങ്ങയ്ക്കകത്തോട്ട് തന്നെ ഇട്ട് ഒന്ന് ചൂടാക്കുമ്പം അതുകൂടെ കിടന്നൊന്ന് ചൂടായിക്കോളും. നമുക്കിനി പൊടികളൊക്കെ ഒന്നിടാം. നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫാക്കിയിട്ട് വേണം നമ്മൾ മസാല മറ്റുള്ള പൊടികളൊക്കെ ഇടാം. മഞ്ഞൾപ്പൊടി ഇടാം അല്പം. ഞാൻ ഓൾറെഡി 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി. എന്നാലും ഞാനൊരു 1/4 സ്പൂൺ കൂടി ഇട്ടേക്കാം. ഒരുപാട് മഞ്ഞൾപ്പൊടി വേണ്ട, ഇപ്പം എരിഞ്ഞ് വേണ്ടിയിട്ട് ഇട്ടേക്കാം. നമുക്ക് ഇത് എൻ്റെ എരിവുള്ള മുളക് പൊടിയാണിത്. എരിവുള്ള മുളക് പൊടിയായതുകൊണ്ട് ഞാൻ 1/4 സ്പൂണേ ഇട്ടുള്ളൂ. കുറേ ഞാൻ 1 സ്പൂണ് കുരുമുളക് പൊടി പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എരിവ് കൂടുതലാവും. അപ്പോൾ എനിക്ക് അത്രയും എരിവ് വേണ്ട. എരിവൊക്കെ നിങ്ങളുടെ പാകത്തിന് ഇട്ടോണം. നിങ്ങൾക്ക് എത്ര എരിവ് വേണമെന്ന് വെച്ചാൽ അത്രയും എരിവ് ചേർക്കാം. പക്ഷേ എനിക്കിവിടെ എരിവുള്ള എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ 1/4 സ്പൂണേ ഇട്ടിട്ടുള്ളൂ. മല്ലിപ്പൊടിയും ചേർക്കുവാണ് 1/4 സ്പൂണ്. നമ്മൾ ഓൾറെഡി ഇവിടെ എരിവ് തോനെയും വേണ്ട, കുറച്ച് മതി. അപ്പം അവരവർ എരിവ് അനുസരിച്ച് നിങ്ങൾ എത്ര വേണമെന്ന് വെച്ചാൽ അത് ചേർക്കാവുന്നതാണ്. പിന്നെ ഞാനത് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പം ഒരുപാട് വേണ്ട. അതുകൊണ്ടാണ് ഒന്നാമത് ഈ മുളക് പൊടിക്ക് എരിവുള്ളതാണ്, കാശ്മീരി മുളക് പൊടി അല്ല ഇത്. ഇത് നമുക്ക് പരുവത്തിനായിട്ടുണ്ട്. നമുക്കൊന്ന് അരച്ച് അതിനകത്തോട്ട് ചേർക്കാം. നമുക്കിത് ജാറിനകത്തോട്ടൊന്ന് ഇടാം. നമ്മുടെ കൊഞ്ച് അല്ലെങ്കിൽ ചെമ്മീൻ നമുക്ക് എന്തായാലും നോക്കാം. കൊഞ്ച് ചെമ്മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട്. നമുക്ക് അതിനകത്തോട്ട് നമ്മൾ ഈ അരച്ച് വെച്ച അരപ്പൂടെ അങ്ങ് ചേർക്കാം. നമ്മൾ എണ്ണയ്ക്കകത്തോട്ട് എല്ലാം കൂടെ വഴറ്റി വെച്ചുകൊണ്ട് എണ്ണ ഇപ്പോഴേ വെന്ത് വന്നപ്പോഴേ എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ജാറ് കഴുകി ഒഴിക്കാം. കണ്ട നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് നിൽക്കുമായിരുന്നു. ഇനി ഇതൊന്ന് തിളയ്ക്കണം. നന്നായിട്ടൊന്ന് തിളച്ചാൽ മാത്രം മതി. പിന്നെ ഒന്ന് കടു താളിച്ചാൽ മാത്രം മതി. ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ശകലം വെളിച്ചെണ്ണ മതി. അല്പം കഴിയാത്ത ഇതാണ്. നമുക്കിങ്ങോട്ട് ഒഴിക്കാം. അത് കാണിച്ച് ഒന്ന് അടച്ച് നമ്മൾ കൊഞ്ച് തീയൽ റെഡിയാക്കുക. കൊഞ്ച് കറി റെഡിയായിട്ടുണ്ട്. ഇത് ഇതാണ് ഈ രീതിയിലാണ് കൊഞ്ച് കറി വരുന്നത്. നല്ല മണമുണ്ട്. നമ്മൾ ഉപ്പ് അതിന് കറക്റ്റായിട്ട് നോക്കണം. ഇതിപ്പോൾ എനിക്ക് പരുവത്തിന് ഉപ്പായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പരുവത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇത് നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ ഉപയോഗിക്കും, അതുപോലെ ചപ്പാത്തിക്ക് ഉപയോഗിക്കാം, ചോറിന് ഉപയോഗിക്കാം. അതുപോലെ കൂടുതലായിട്ട് നമ്മൾ പുഴുക്കില്ലേ, ഈ കപ്പപ്പുഴുക്കിനൊക്കെ ഈ കൊഞ്ച് കറിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കൊഞ്ച് കറി വെച്ചാണത്.
ചോറിൻ്റെ കൂടെ നല്ലതാണ്. ഇത് ഇറച്ചി വെച്ചുമ്പോൾ ഇതിൻ്റെ കൂടെ കപ്പ പുഴുങ്ങിയതിന് നല്ല ടേസ്റ്റാണ് നമ്മൾ. ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ അടുത്ത ദിവസം വരാം.